ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ബ്ലൂ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും അറിയാലോ റെഡ് വെൽവെറ്റ് കേക്ക്, അതിൻ്റെ അതേ റെസിപ്പി തന്നെയാണ് ബ്ലൂ വെൽവെറ്റ് കേക്കിനും. പക്ഷേ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്ലൂ കളറാണ്. അതേ ഒരു മാറ്റമുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി കേക്കിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി വേണ്ടത് ബട്ടർ 60 ഗ്രാം, പൗഡർഡ് ഷുഗർ അത് 1/4 കപ്പ് ടു 1 കപ്പ് വരെ എടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് എഗ്ഗ്, ഓയിൽ 1/2 കപ്പ്. ഞാനിവിടെ എടുത്തിട്ടുള്ള കനോല ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ വിനാഗിരി, ബ്ലൂ കളർ, പിന്നെ വാനില എസൻസുമാണ്. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് വേണം. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് പാലാണിത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആവും. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് ബാക്കിയൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഇതിവിടെ നിന്ന് റെഡി ആയിക്കോളും. ആദ്യം അടുപ്പിൽ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ തട്ടോ എന്തെങ്കിലും ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കണം. അതിന് മുകളിലാണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് ടിന് വെക്കുന്നത്. ഇനി നമ്മുടെ പൊടികളൊക്കെ ഒന്ന് അരിച്ചു മാറ്റി വെക്കണം. അതിനായിട്ടൊരു ബൗളെടുത്ത് അതിലൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മൈദയും കൊക്കോ പൗഡറും ഉപ്പും ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനും പിന്നെ പെർഫെക്ഷനിൽ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 പ്രാവശ്യം എന്തായാലും നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. ഒരു ബൗളെടുത്ത് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് പൊടികളിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കുക. അതിനുശേഷം വിസ്ക് വെച്ചോ സ്പൂണ് വെച്ചോ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട്, പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ പഞ്ചസാര എടുത്താലും മതി. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കളറ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫോസ്റ്റർ ക്ലാർക്കിൻ്റെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിന് റോയൽ ബ്ലൂ കളറാണ് എടുക്കാറുള്ളത്. നിങ്ങളെടുക്കുമ്പോൾ ജെൽ കളർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല. എൻ്റെ കയ്യിൽ ഫോസ്റ്റർ ക്ലാർക്കിൻ്റെ കളർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ.
ഞാൻ 1/2 ടീസ്പൂൺ മുഴുവൻ ഇട്ടിട്ടില്ല. അപ്പോൾ കണ്ടല്ലോ ഈ കളർ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒന്ന് കുറഞ്ഞ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറഞ്ഞ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ കേക്ക് ഹാർഡായി പോകും ഒരുപാട് ബീറ്റ് ചെയ്തെടുത്താലും. അപ്പോൾ ഒന്ന് പൊടികളൊക്കെ ഓരോ തവണ ഇട്ടിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. സ്പാച്ചില വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. സ്പാച്ചില വെച്ചിട്ടൊന്ന് ഇളക്കി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താലും മതി. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കരുത് കേട്ടോ, ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ പൊടികളൊക്കെ ഒന്ന് മിക്സായി വരണം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കണം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേക്ക് ടിൻ ഒന്ന് നന്നായിട്ട് തട്ടി കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത അടുപ്പിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഷുഗർ സിറപ്പ് റെഡിയായി. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതായിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഒരു സ്ക്യൂർ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പോൾ കണ്ടില്ല, അത് ക്ലീനാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി കേക്കിൻ്റെ മേൽഭാഗം ഞാൻ ഒന്ന് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കേക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അതിലായാൽ മാത്രമേ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിന് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം കേക്കിൻ്റെ മേൽഭാഗത്ത് നിന്ന് മുറിച്ച് മാറ്റിയ പീസ് ഉണ്ടല്ലോ, ആ പീസ് ഞാൻ പൊടിച്ചു വെച്ചതാണ്. അത് നമുക്കിതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ നടുഭാഗം രണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് സ്പാച്ചുലൻ്റെ വക്ക് ഭാഗം വെച്ചിട്ട് ഒന്ന് വരഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഫ്ലവേഴ്സ് വരയ്ക്കാനൊക്കെ സുഖമായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്ലവറിൻ്റെ നോസിലിട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.